ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലുള്ളത് ആക്ടർ പൃഥ്വിരാജിനുണ്ടായ ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാരനോർമൽ എക്സ്പീരിയൻസ് ആണ്. വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ്. അദ്ദേഹം പഠിച്ചത് ഓസ്ട്രേലിയയിലുള്ള ടാസ്മേനിയ എന്ന സ്ഥലത്തായിരുന്നു. അദ്ദേഹം പഠിച്ചതിന് തൊട്ടടുത്തായി ഒരു വേൾഡ് ഫേമസ് ആയ ഒരു ജയിലുണ്ടായിരുന്നു. പോർട്ട് ആർതർ എന്നാണ് ആ ഒരു ജയിലിന്റെ പേര്. അവിടെ നൊട്ടോറിയസ് ക്രിമിനൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹത്തിനൊന്ന് പോയി കാണണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹം ആ ഒരു സ്ഥലത്ത് എത്തി. അവിടെ എത്തിയപ്പോഴാണ് ഹാളിൽ തന്നെ, അതായത് ചെന്ന് കയറുന്ന അവിടെ തന്നെ ഒരുപാട് പേരുടെ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ജയിലിലുണ്ടായി മരിച്ചു പോയവരുടെ ഫോട്ടോസ് ആയിരുന്നു ആ ഭിത്തി മുഴുവനായിട്ടും ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെ പാരനോർമൽ ആക്ടിവിറ്റീസ് റിസർച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും അതിലുണ്ടായിരുന്നു. കാരണം അവര് ഫോട്ടോസ് എടുക്കുമ്പോൾ അസാധാരണമായി തോന്നിയ ചില ഫോട്ടോസും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഓരോ ഫോട്ടോസും അദ്ദേഹം നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു നെഗറ്റീവ് എനർജി തനിക്ക് ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അതിന് അകത്തേക്ക് കയറി ഓരോ സെല്ലുകളിന്റെ മുന്നിൽ എത്തുമ്പോഴും അതിഭീകരമായ ഒരു ഫീൽ, ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ഫീൽ അദ്ദേഹത്തിന് തോന്നി. എന്തോ ഇവിടെ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ആ സെല്ലുകളിൽ കിടന്ന് മരിച്ചു പോയ ആൾക്കാരുടെ ആ ഒരു ആത്മാക്കൾ അവിടെ ആ ഒരു ഫീല്, പ്രസൻസ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അടുത്ത ഒരു സെല്ലിൽ നിന്ന് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ചില ടൈമുകളിൽ ഒരു അലർച്ച കേൾക്കാറുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, ഇതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് പഠിക്കണം, എന്താണ് ഇവിടെ നടക്കുന്നത്, തനിക്ക് അറിയണം. ആ ഒരു ചിന്ത അദ്ദേഹത്തിന് തോന്നി. ഈ ക്രിമിനൽസിനെല്ലാം ജയിലറകളിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറലോകമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവർ മരിച്ചതിന് ശേഷം പുറലോകത്തേക്ക് പിന്നെ എത്തും. അത്തരത്തിലുള്ളൊരു അതിഭീകരമായ അവസ്ഥയാണ് ആ ഒരു ജയിലറകൾ. ഓരോരുത്തരെ അടച്ചു കഴിഞ്ഞാൽ എത്രയോ മണിക്കൂറിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന് എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന പറഞ്ഞു. കാരണം രോഗങ്ങളൊന്നും പിടിപെടാതെ ഓരോരുത്തരെയും പുറത്തേക്ക് കൊണ്ടുവന്ന് എക്സസൈസ് ചെയ്യിക്കുമ്പോൾ മറ്റുള്ള ക്രിമിനൽസുമായി കാണാൻ പാടില്ല. ആരെങ്കിലും സെല്ലിൻ്റെ ഉള്ളിൽ പ്രശ്നമുണ്ടാക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് എക്സസൈസിന് കൊണ്ടുവരുമ്പോൾ ബഹളം വെക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ മറ്റ് സെല്ലിലുള്ള വ്യക്തികളോട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തികൾക്കുള്ള പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ മരണമാണ്. കാരണം അതിഭീകരമായി വരിഞ്ഞു കെട്ടും, ചെയറിലിരുത്തി വരിഞ്ഞു കെട്ടിയതിന് ശേഷം അവർ പോകും. മൊത്തത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ നീല കളറായി ആ വ്യക്തി അങ്ങ് മരിച്ചു പോവുകയും ചെയ്യും. മറ്റു ചിലർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ ഷോക്ക് അടിപ്പിച്ച് കൊല്ലുക. ഓരോ സെല്ലുകളിലും ഓരോരുത്തരായിരുന്നു. അതിന് മൊത്തം 250 പക്ഷേ നാൾക്കുനാൾ നൊട്ടോറിയസ് ക്രിമിനൽസ് കൂടി വരുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സെല്ലിൽ 2 പേരായി. 2 പേരായപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നത്. ഒരു പോയിന്റ് കഴിയുമ്പോൾ 2 പേരും കൂടി അടിയേറ്റു. അതിലൊരാള് മറ്റേ ആളെ കത്തി കൊണ്ട് കുത്തി കൊല്ലുന്നതായിട്ടാണ്. മറ്റൊരു സെല്ലിൽ പാരാനോർമൽ ആക്ടിവിറ്റിസ്റ്റുകൾ വീഡിയോയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സെല്ലിൽ ചെന്നതായിരുന്നു. പക്ഷേ ഗെറ്റ് ഔട്ട് ഐസേന്ന് അവിടെ നിന്ന് ഒരു സൗണ്ട് കേട്ടു. അതുപോലെ സെൽ നമ്പർ 31 അവിടെ തീ കൊളുത്തി ഒരാൾ മരിച്ചു. ആ സെൽ രാത്രികാലങ്ങളിൽ തുറന്നടയുന്നതായി കണ്ടവരുണ്ട്. അങ്ങനെ ദുരൂഹമായ പല കാര്യങ്ങളും പോർട്ട് ആർതർ എന്ന ആ ഒരു സെല്ലുലാർ ജയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്.